ഇന്നത്തെ എൻ്റെ ട്രിപ്പ് മൂന്നാറിലേക്കാണ്. അപ്പോൾ പല പ്രാവശ്യം മൂന്നാറിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മളിന്ന് കാണാൻ പോകുന്നത്. മൂന്നാറിൽ കൃത്യമായിട്ട് സൂര്യനെല്ലി എന്ന സ്ഥലത്തായിരുന്നു എനിക്ക് എത്തേണ്ടത്. അപ്പോൾ ഞാൻ പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ KSRTC, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് വഴിയാണ് പോയത്. എറണാകുളത്തു നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആലുവയിൽ നിന്നും കോതമംഗലത്തിനുള്ള KSRTC കയറി. പിന്നെ കോതമംഗലത്ത് ഇറങ്ങി മൂന്നാർ ബസ്സിൽ കയറി ഞാൻ അടിമാലിയിൽ ഇറങ്ങി. സൂര്യനെല്ലിക്ക് നമ്മൾ എറണാകുളം സൈഡിൽ നിന്നൊക്കെ പോവുകയാണ്, രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ മൂന്നാർ ബസ്സിൽ കയറി മൂന്നാറിൽ തന്നെ ഇറങ്ങിയിട്ട് അവിടുന്ന് നമുക്ക് സൂര്യനെല്ലിക്ക് ഡയറക്റ്റ് ജീപ്പ് കിട്ടും. മുന്നേ ഒക്കെ ആണെങ്കിൽ സൂര്യനെല്ലിക്ക് ബസ് ഉണ്ടായിരുന്നു മൂന്നാറിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ കട്ട് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് ബസ് പോകുന്നില്ല, ജീപ്പ് മാത്രമേ പോകുന്നുള്ളൂ. പക്ഷേ ഞാൻ പോയത് അടിമാലി ഇറങ്ങിയിട്ട് അടിമാലിയിൽ നിന്ന് പൂപ്പാറ എന്നുള്ളൊരു സ്ഥലത്തേക്ക് ബസ്സിൽ പോയി. എന്നിട്ട് പൂപ്പാറയിൽ നിന്നായിരുന്നു സൂര്യനെല്ലിക്ക് ജീപ്പ് എടുത്തത്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് സൂര്യനെല്ലി എത്താനായിട്ട് പറ്റും. അപ്പോൾ പൂപ്പാറ എന്നൊക്കെയുള്ള ജീപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ജീപ്പ് സർവീസാണ് നടത്തുന്നത്. അതായത് സൂര്യനെല്ലിക്ക് പോകുന്ന എല്ലാവരെയും കൂടെ കയറ്റി ജീപ്പ് സർവീസ് പോലാണ്. അവിടുന്ന് ചാർജ് വരുന്നത് 60 രൂപയാണ് ഒരാൾക്ക് സൂര്യനെല്ലി വരെ എത്താനായിട്ടുള്ള ചാർജ്. അപ്പോൾ എന്താണ് ഒരു പ്രശ്നമെന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു 2:45 ആയപ്പോഴത്തേനും അവിടെ എത്തി. പക്ഷേ ഇവർ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ജീപ്പ് എടുത്തത്. കാരണം അവർ മാക്സിമം ആൾക്കാരെ കുത്തി നിറച്ചിട്ടേ കൊണ്ടുപോകത്തുള്ളൂ. കാരണം അവർക്കും മുതലാവണമല്ലോ. ശരിക്കും സുഖമായിട്ട് ഒരു 7-8 പേർക്കൊക്കെ ഇരിക്കാവുന്ന ജീപ്പിൽ ഒരു 15 പേരൊക്കെ അവർ മാക്സിമം കുത്തി നിറച്ചൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ലേറ്റ് ആവും നമ്മളിങ്ങനെ ജീപ്പ് നോക്കിയിരിക്കുമ്പോൾ. ആ ഒരു പ്രശ്നമാണ് ഞങ്ങൾ ഫേസ് ചെയ്തത്. എനിക്കപ്പോൾ ടോട്ടൽ ബസ്സിൽ ആലുവയിൽ നിന്ന് സൂര്യനെല്ലി വരെ എത്താനായിട്ട് ഏകദേശം 165 രൂപയോളമാണ് ആയത്. നോർമൽ നമ്മൾ ബസ് മാറി മാറി കയറിയൊക്കെ പോയത്. അപ്പോൾ നമ്മൾ സൂര്യനെല്ലി ചെന്നാൽ നമ്മൾ ഒരു ക്യാമ്പ് സൈറ്റിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പ് സൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അവരുടെ ആൾക്കാർ നമുക്ക് സൂര്യനെല്ലിയിലേക്ക് ജീപ്പ് കൊണ്ടുവരും. അപ്പോൾ പിക്ക് ആൻഡ് ഡ്രോപ്പ് എല്ലാം അവർ തന്നെയാണ് ഏർപ്പാടാക്കുന്നത്. അപ്പോൾ നമ്മൾ സൂര്യനെല്ലിയിലാണ് എത്തേണ്ടത്. 4 മണിക്ക് എത്തണമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഈ ജീപ്പൊക്കെ ഡിലേ ആയതുകൊണ്ട് ഒരു 5 മണിയൊക്കെ ആയി അവിടെ എത്തിയപ്പോഴത്തേനും. ഇതാണ് സൂര്യനെല്ലി ടൗണ്. ഒരു ചെറിയ ടൗണാണ്. അത്യാവശ്യം കുറച്ച് കടകളും കാര്യങ്ങളും മാത്രമുള്ള ഒരു ചെറിയ ടൗൺ. ഇന്നിപ്പോൾ ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്ന ടെൻവില്ല എന്നുള്ളൊരു ക്യാമ്പിംഗ് സൈറ്റാണ്. അവിടുത്തെ ആൾക്കാർ സൂര്യനെല്ലിയിൽ നിന്ന് പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളെ അവിടുന്ന് വണ്ടിയിൽ അവരുടെ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മൾ ക്യാമ്പിംഗ് സൈറ്റിലെത്തി. ഇതാണ് സൈറ്റ്. നമ്മൾ ഇങ്ങനത്തെ ടെൻറ്റിലാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. 2 പേര് 3 പേർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പാകത്തിനുള്ള ടെൻസാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫുൾ സൈറ്റ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നും നല്ലൊരു വ്യൂ ഉണ്ട്. ഫുൾ കാടും മലയൊക്കെ കാണുന്ന പോലത്തെ ഒരു നല്ലൊരു പച്ചപ്പ് ഉള്ള ഒരു വ്യൂ ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. നൈസായിരുന്നു അവിടുത്തെ ആംബിയൻസ് ഒക്കെ. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ തന്നെ സ്നാക്സും ടീയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുടിച്ചു കഴിഞ്ഞ് അടുത്തുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, സൺസെറ്റ് കാണാൻ വേണ്ടി. പക്ഷേ സൺസെറ്റൊക്കെ കഴിഞ്ഞു, കുറേ ലേറ്റായി. പക്ഷെ എന്നാലും ഒരു വ്യൂ കണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ക്യാമ്പ് സൈറ്റിൽ തന്നെ ഉള്ളൊരു ചേട്ടനാണ് ഇത്. അപ്പോൾ പുള്ളിയാണ് നമ്മളെ വ്യൂ പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ അവിടെ ഈ ക്യാമ്പിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് വേറെ 2 ഗേൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ നല്ല കമ്പനിയായി, നമ്മളെല്ലാവരും കൂടെ ആയിരുന്നു പിന്നെ വ്യൂ പോയിന്റിലേക്കൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ ഈ ത്രൂ ഔട്ട് ഈ ട്രിപ്പിൽ ഞങ്ങൾ നല്ല കമ്പനിയായിട്ട് അടിച്ചു പൊളിച്ചൊക്കെ പിന്നെ ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. അങ്ങനെ നമ്മുടെ വ്യൂ പോയിന്റിലെത്തി. ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നത് ആനയിറങ്ങൽ ഡാമിൻ്റെ ഒരു വ്യൂ ആണ്. നല്ല രസമുണ്ടായിരുന്നു. സൺസെറ്റൊക്കെ കഴിഞ്ഞായിരുന്നെങ്കിലും നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട്. ഈ കാണുന്ന ആനയിറങ്ങൽ ഡാമിൻ്റെ ഒരു അടിപൊളി വ്യൂ കിട്ടാനായിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ ഒരു ട്രെക്കിംഗ് പോയായിരുന്നു. അത് ഫാൻറ്റം ഹില്ലിലേക്കുള്ളൊരു ട്രെക്കിംഗ് ആയിരുന്നു. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വ്ലോഗിൽ കാണിക്കുന്നതായിരിക്കും.
അങ്ങനെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും നല്ലോണം ഇരുട്ടാനൊക്കെ തുടങ്ങി. പിന്നെ നമ്മൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിൽ തന്നെ ചെന്നു. അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കോളേജിൽ നിന്ന് ഒരു 19 പേര് ക്യാമ്പിംഗ് അറ്റൻഡ് ചെയ്യാൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളെപ്പോലെ തന്നെ. സോ അവരെല്ലാം ജോയിൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും നൈറ്റിൽ നല്ലൊരു വൈബാട്ടോ. അവിടെ ഫുള്ള് ലൈറ്റെല്ലാം കത്തിച്ച് നല്ല രസമുണ്ടായിരുന്നു. ഒരു നല്ല ആംബിയൻസ് ആണ്. ഒരു പാട്ടൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഫയറൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു. രാത്രിയിൽ ഒരു ചെറിയ കാറ്റടിച്ചാൽ തന്നെ നമ്മൾ വിറയ്ക്കുമായിരുന്നു. സോ ഇങ്ങനെ ഇവിടെ വന്ന് കുറേ നേരം തീയൊക്കെ കാഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ അതിന് ശേഷം ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഫുഡിന് വേണ്ടി ബാർബിക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. നമ്മൾ കുറേ നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്കൊന്നും കഴിക്കാതെയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് നല്ലൊരു ആംബിയൻസിൽ പാട്ടൊക്കെ വെച്ച് ഫുൾ ക്യാമ്പ് സൈറ്റ് ഫുൾ ഏത് നേരവും പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒട്ടും ബോറടിക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നൈറ്റ് ഫുൾ ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് വയറെല്ലാം നിറഞ്ഞ് കുറേ നേരം പിന്നെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നാണ് ഉറങ്ങിയത്. ഉറങ്ങിയപ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ ആയി. പിറ്റേന്ന് രാവിലെയാണ് നമുക്ക് കൊളുക്കുമലയിലേക്കുള്ള ഓഫ് റോഡ് ജീപ്പിങ് വരുന്നത്. സോ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഏർലി മോർണിംഗ് 4:30-ക്ക് എഴുന്നേറ്റിട്ടാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ പിന്നെ അധികം ലേറ്റായില്ല, വേഗം തന്നെ ഉറങ്ങാനായിട്ട് നോക്കി. പക്ഷെ രാവിലെ എണീറ്റപ്പോഴത്തേനും നല്ല അടിപൊളി പണി കിട്ടി. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മൾ കണ്ണ് തുറന്നപ്പം, അതായത് ഒരു ബോധം വന്നപ്പോൾ തന്നെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു, മഴയുടെ സൗണ്ട്. അതെ, ഫുള്ള് മഴ പെയ്തു. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ, സൺറൈസ് എന്നുള്ള ആ ഒരു മോഹം അങ്ങ് കളയേണ്ടതായിട്ട് വന്നു. രാവിലെ സൺറൈസ് ഇനിയും കിട്ടത്തില്ല. എന്തായാലും മഴയൊക്കെ പെയ്തിരിക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്ന ആ വ്യൂ ഒന്നും നമുക്കൊരിക്കലും ഇനിയും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ നല്ല അടിപൊളി പണി കിട്ടി. അങ്ങനെ എണീറ്റ് വന്നപ്പോഴേ മഴയുടെ സൗണ്ടൊക്കെ കേട്ട് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി. എങ്കിലും 4:40 ആയപ്പോൾ ഞങ്ങൾ റെഡിയായി നിന്നു. അപ്പോഴത്തേനും ജീപ്പിൽ കയറി. പിന്നെ ഞങ്ങൾ കൊളുക്കുമല ടോപ്പിലെത്തിയപ്പോഴത്തേനും ഒരു 5:45 അത്രയും നേരം ഓഫ് റോഡിങ് ആയിരുന്നു. നല്ല അടിപൊളി ഓഫ് റോഡിങ് ആയിരുന്നു. സീറ്റിലൊക്കെ ഇരുന്നത് വളരെ കുറച്ച് നേരമാണ്. ഫുൾ ടൈം ജമ്പിങ് ആയിരുന്നു. അതുപോലെ ആയിരുന്നു റോഡെല്ലാം കിടന്നത്. പക്ഷേ ഒരു കിട്ടു എക്സ്പീരിയൻസ് ആയിരുന്നു. വെളുപ്പിനുള്ള ഒരു ഓഫ് റോഡ് ജീപ്പിംഗ് എക്സ്പീരിയൻസ് നല്ലൊരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. സാധാരണ ഇപ്പം നിങ്ങൾ കൊളുക്കുമലയിലേക്ക് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊളുക്കുമലയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അവരുടെ ജീപ്പിനെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പ്രൈവറ്റ് വണ്ടികളോ ബൈക്കോ ഓഫ് റോഡ് ബൈക്കായിട്ടൊക്കെ വന്നാലും നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള കേസസിൽ അവിടുന്ന് ജീപ്പ് അവൈലബിൾ ആണ്. നിങ്ങളുടെ വണ്ടിക്ക് അവിടെ വരെ വരാം, എന്നിട്ട് അവിടുന്ന് ജീപ്പ് എടുത്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ജീപ്പിന് വരുന്നത്, ഒരു ജീപ്പിന് 2000 രൂപയാണ് ചാർജ് വരുന്നത്. ഈ 2000 രൂപയ്ക്ക് ഒരു ജീപ്പിനകത്ത് ഒരു 7 പേർക്കൊക്കെ കയറാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിലായിരിക്കും ലാഭമാകുക. അല്ലാതെ 2-3 പേര് വന്നിട്ട് മറ്റുള്ളവരെ വെയിറ്റ് ചെയ്തിരുന്നാൽ അങ്ങനെ ആൾക്കാർ വരണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരുപാട് ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റേ ഒന്നും അടിക്കാതെ അല്ലെങ്കിൽ സൂര്യനെല്ലി വല്ലതും വന്ന് സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഇങ്ങനെ കൊളുക്കുമലയിലേക്ക് നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. ഇതിപ്പോൾ ക്യാമ്പ് സൈറ്റ് വഴിയാണെങ്കിൽ അവർ തന്നെ ഫുള്ളി അറേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒന്നും പരിപാടി ചെയ്യേണ്ട ആവശ്യമില്ല. അവർ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് നമുക്കിങ്ങനെ പോകാനായിട്ടും പറ്റും.
അങ്ങനെ ഞങ്ങൾ മുകളിലത്തെ പോയിന്റിലെത്തി. അവിടുന്ന് ഒരു കുറച്ചേ നടക്കാനുള്ളൂ കേട്ടോ, അധികം ഒന്നും ട്രക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും കയറാനുള്ളതേ ഉള്ളൂ. ആകെയുള്ളൊരു പാട് ഇച്ചിരി ഏജ്ഡൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നടുവിന് കുറച്ച് പണി കിട്ടും, ഇങ്ങനെ ഓഫ് റോഡിങ് വരും, കാരണം കണ്ടിന്യൂസ് ഈ 1 മണിക്കൂർ ഓഫ് റോഡിങ് അല്ലേ. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, മുകളിൽ നിന്ന് നടക്കാനായിട്ടും വലിയ കാര്യമായിട്ടൊന്നുമില്ല. ചെന്നപ്പോഴേ നല്ല ഇരുട്ടായിരുന്നു, അത്യാവശ്യം വെളിച്ചമൊന്നും വന്ന് തുടങ്ങിയില്ലായിരുന്നു. പിന്നെ കുറേ നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴാണ് വെളിച്ചമൊക്കെ വന്നത്. പക്ഷേ ആസ് യൂഷ്വൽ രാവിലെ മഴ പെയ്തതുകൊണ്ട് സൺറൈസ് ഒന്നും നമുക്ക് കിട്ടിയില്ല, ഫുൾ ഫോഗായിരുന്നു, ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാനുള്ളത്. ഫ്രണ്ടിലുള്ളത് പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നല്ല കൊക്കയാണ്. അപ്പോൾ നല്ല സൂക്ഷിച്ച് കണ്ട് നടുക്കൂടെ നടക്കണം ഇങ്ങനെ മഞ്ഞൊക്കെയുള്ള സമയത്ത്, അല്ലെങ്കിൽ പണി കിട്ടും. സോ നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ മഞ്ഞൊക്കെ ആസ്വദിച്ച് വെളുപ്പിനുള്ളൊരു എക്സ്പീരിയൻസ് ശരിക്കും അടിപൊളിയായിരുന്നു. സൺറൈസ് ഇല്ല എന്നുള്ളൊരു സങ്കടം മനസ്സിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഉള്ള വ്യൂ ഒക്കെ നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടു. Take me where you go when the sun goes down, like a lightning bolt. We will make a sound out in the dark where no one sees us. നോർമലി നമ്മൾ ഗൂഗിളിലൊക്കെ കൊളുക്കുമലയെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പിക്ചറാണ് ഒരു ലയണിൻ്റെ ഹെഡുള്ള ഒരു റോക്ക്, ഒരു സിംഹപ്പാറ എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. അത് നമ്മൾ ഈ നടന്നു പോകുന്ന ഈ വ്യൂ പോയിന്റിലേക്ക് നടന്നു പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയുള്ള ഒരു റോക്കാണ് അത്. അവിടെ നിന്നുള്ള ഒരു പിക്ചർ ഇവിടെ വന്ന എല്ലാവർക്കും അതൊരു മസ്റ്റാണ്. സോ അതും നമ്മൾ കണ്ടു പോകുന്ന വഴിക്ക് അവിടെ നിന്നും കുറേ പിക്ചേഴ്സൊക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ പോരുന്നത്. അങ്ങനെ ഒരു 7:15 ആയപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. അപ്പോഴെന്താ ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുകയാണ്, നല്ല കാറ്റും ഉണ്ട്, നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നതും. അത്യാവശ്യം നല്ല ആ ഒരു മിസ്റ്റിൻ്റേതായ ഒരു കുഞ്ഞു കുഞ്ഞു മഴത്തുള്ളികളൊക്കെ വീഴുന്നുമുണ്ട്. മഴ വലിയതായിട്ട് പെയ്തില്ല, എന്നാലും മഴത്തുള്ളികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നല്ലൊരു ക്ലൈമറ്റിൽ നല്ല ക്ലിയർ വ്യൂ ഒന്നും അതുവരെയായിട്ടും കിട്ടിയിട്ടില്ല കേട്ടോ, ഫുള്ളിങ്ങനെ മിസ്റ്റ് മൂടി കിടക്കുമായിരുന്നു. അത്യാവശ്യം ആൾക്കാരെല്ലാം വരുന്നുണ്ടായിരുന്നു, നല്ല ക്രൗഡഡ് ആയിരുന്നു ഈ രാവിലെ സമയങ്ങളിലെല്ലാം. പക്ഷേ അന്ന് വന്നവരെല്ലാം കുറച്ച് അൺലക്കിയാണ്, കാരണം സൺറൈസ് മിസ്സായി. പക്ഷെ സാരമില്ല, ഇനിയും വരാമല്ലോ സൺറൈസ് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങായിരുന്നു. നമ്മൾ വരുന്ന വഴിക്കെല്ലാം തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടാണ് വന്നപ്പോൾ ഇരുട്ടായതുകൊണ്ട് അത്യാവശ്യം ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ തിരിച്ചു പോയപ്പോഴത്തേനും ഒരു സ്പോട്ടിൽ നിർത്തി അവർ തേയിലത്തോട്ടത്തിലെല്ലാം നമ്മൾ ഇറങ്ങി കുറേ നേരം അവിടെയും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം ആസ്വദിച്ചിട്ടൊക്കെയാണ് പിന്നെ തിരിച്ച് ക്യാമ്പ് സൈറ്റിലേക്ക് പോയത്. ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ കൊളുക്കുമല ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.